എന്തരാണ് രണ്ടുപേരുടെ കഥ പറഞ്ഞോണ്ടിരിക്കണ പറയടി. ഈ കണ്ട കഥയെല്ലാം കേട്ടിട്ട് രാത്രി ഇതെല്ലാം സ്വപ്നം കണ്ട് കിടന്ന് വിളിക്കാനല്ലേ? നീ ഒരു പ്രാവശ്യം കൂടെ മധുരമീനാക്ഷി അമ്മേ സ്വപ്നത്തിൽ കാണണേ. മധുരമീനാക്ഷി അമ്മേ, ஒரு வாட்டி பார்த்தேல, கண்டிப்பா இனியும் வருவாங்க. ചിക്കുവാവ ഒന്നങ്ങോട്ട് നീങ്ങിയിരിക്കൂ പ്ലീസ്. ചേട്ടാ നീങ്ങിയിരിവണ്ണേ അങ്ങോട്ട്. താരേട്ടാ മെർലിൻ ചേച്ചിക്കാളും ഭംഗിയുണ്ടല്ലോ. പുതിയ ഗേൾ ഫ്രണ്ടാ? ഞാൻ അറിയത്തിന് ചോദിക്കണേ, നീയൊക്കെ എന്നെ കുറിച്ച് എന്തിനാണ് വിചാരിച്ചേക്കണത്? കാണുന്നല്ലേ എഴുതിച്ചു പോടേ. നമ്മുടെ മാവിൻചോട്ടി മെർലിൻ വിഗ്രഹവും ചേട്ടാ ചേട്ടൻ കൊണ്ടോ ചേണ എന്തോന്ന് അതുകൊണ്ട് മാവിൻചോട്ടില് ഇവിടെ പോന്നത്? പാറു മക്കളെ നീ കൊണ്ട് വന്നേടാ. ഞാനില്ല സ്വർഗത്തെ കട്ടുറുമ്പോ. കട്ടുറുമ്പാ കൊച്ചേ വാ ഇവിടെ. ഞാൻ ഇല്ല. പാടി ഇങ്ങോട്ട്. ഹായ് മെർലിൻ ചേച്ചി. ഹായ് വാറു. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. മെർലിൻ എന്താ രാവിലെ? എന്താ എനിക്ക് രാവിലെ വന്നൂടെ? അതിനിപ്പോ എന്താ, മെർലിൻ എപ്പോ ആണെങ്കിലും ഈ വീട്ടിലോട്ട് വരാമല്ലോ. ഇത് മെർലിന്റെ ഉറ്റ സുഹൃത്തിന്റെ വീടല്ലേ? മെർലിൻ ചേച്ചി അകത്തോട്ട് വാ, അവിടെ എല്ലാരും ഉണ്ട്. ഇല്ല, പാറമോൾ പോയിക്കോ. പോയിക്കോ. ഞാൻ പോണേട്ടാ. ഓ ഞാൻ പോണേന്ന്. കേശു, എന്താ മെർലിൻ? നിന്റെ ഡ്രാമ എപ്പോ കഴിയും? എന്ത് ഡ്രാമ? ഇന്നലെ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചു, അതിന് ബ്ലൂ ടിക്ക് വന്നു, പക്ഷെ നീ റിപ്ലൈ ചെയ്തിട്ടില്ല. അതെന്താ? മെർലിൻ, പണ്ട് ഞാൻ അയക്കുന്ന മെസ്സേജിനൊക്കെ സിംഗിൾ ടിക്ക് വീഴുന്നതും ഡബിൾ ടിക്ക് വീഴുന്നതും അതിന് ബ്ലൂ ടിക്ക് വീഴുന്നതും ഒക്കെ എൻ്റെ മനസ്സിന് സന്തോഷം നിന്നുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല. മണ്ണം കൊട്ട. കേശു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ കസിൻസ് എന്നെ ബാംഗ്ലൂർ പോകാൻ വിളിക്കുന്നുണ്ട്. ഡാഡിയും പറഞ്ഞിട്ടുണ്ട് പോയിക്കോളാൻ. ഇനി നീ വേഷം എടുത്താ ഞാൻ ഇട്ടിട്ട് പോകും. ഇട്ടിട്ട് പോകുന്ന മനഃപൂർവ്വമാണ് ഞാൻ അവിടെ നിൽക്കണേ. ഈ ഡ്രാമ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകും. മെർലിൻ, ഞാൻ നീന്നൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ എല്ലാ രീതിയിലും ബ്ലോക്ക് ചെയ്യും. പിന്നെ വിളിച്ചാലും കിട്ടില്ല, നിനക്ക് ഒരു രീതിയിലും എന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 5 മിനിറ്റ് ഞാൻ തരും. ഇപ്പൊ പറയണം. എന്നാ ശരി, ഞാൻ എന്താ അല്ല നില്ല്. എന്താന്ന് പറ. മെർലിൻ, പൂന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ? സീരിയസ് ആയിട്ടാ. ഉറപ്പിച്ചോ? പോയേ പറ്റത്തുള്ളൂ? പറ്റുള്ളൂ. എനിക്ക് തായില്ലാതെ പറ്റൂ. എനിക്ക് തായില്ലാതെ പറ്റൂലെന്ന് കേട്ടില്ല. എടോ, എനിക്ക് തായില്ലാതെ പറ്റൂല. പോലെ പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. എനിക്കറിയായിരുന്നു. കേശു, നീ ഇനി മേല ഷോ ഇറക്കിയാ നീ കരയും. പ്രോമിസേ, ഇനി മേലെ ഈ ഷോ ഓഫ് കാണിക്കില്ലാന്ന്. കൈ നീട്ടെ. ഇനി ഈ കേശവ് ബാലേന്ദ്രൻ തമ്മിയുടെ ജീവിതത്തിൽ വേറെ ആരുമില്ല, മെർലിൻ മാത്രം. മെർലിൻ. ഇനി നീ പറയണ കേട്ട് ഈ കേശവ് ബാലേന്ദ്രൻ തമ്പി അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം. ഉറപ്പാ? ഇത് സത്യം. എന്താണ് ആരാ? അല്ലേ രാവിലെ തന്നെ മാവിന്റെ ചോട്ടിലൊരു മരം ചുറ്റിക്കളി. എന്താണ് മെർലിൻ? കേശു എന്താ പറഞ്ഞേ? ഒന്നുമില്ല, അവനിനി മിണ്ടൂല. ആഹാ, അത് മെർലിൻ നിന്റെ വാ മൂടി കിട്ടിയ? അമ്മായി, സ്നേഹമാണല്ലോ എല്ലാത്തിനേക്കാളും വലുത്.
മെർലിനെ ഇവൻ എന്റെ അനിയനായത് കൊണ്ട് പറയുമല്ല. ചേച്ചി ഒന്നും പറയണ്ട. ചേച്ചി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനിയനായിട്ട് പോക്കി പറയുന്നതായിരിക്കും. ഓടാടന്ന്. ഇവനെക്കാളും വലിയൊരു കള്ളനുണ്ടല്ലോ വേറെ ഇല്ല. ദയവ് ചെയ്ത് ഇവനെ വിശ്വസിക്കരുത്. അതെനിക്കറിയാം. മെർലിൻ ഉണ്ടായിട്ടാ അവിടെ. അയ്യേ കേശു ചമ്മി. സ്നേഹത്തിന് മുമ്പിൽ തോറ്റു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ലേ മെർലിൻ? ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.